എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ ലോഞ്ച് ബിഗ് ബോസ് മലയാളം അഗ്നി പരീക്ഷ ആരംഭിക്കുകയാണ്. മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ 21 ദിവസത്തെ സീരീസായി ബിഗ് ബോസിൻ്റെ അഗ്നി പരീക്ഷ വരുന്നു. ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഈ എപ്പിസോഡുകൾ നമുക്ക് കാണാം. ത്രില്ലടിപ്പിക്കുന്ന ഏതാനും എപ്പിസോഡുകൾ ഇതിനകം തന്നെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ ചർച്ചകളിലേറെയും ആ സീസണിൽ വരാൻ പോകുന്ന സെലിബ്രിറ്റികൾ ആരൊക്കെയാകും എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ നടത്തുക. എന്നാൽ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അഗ്നി പരീക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്സാപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ അഗ്നി പരീക്ഷയാണ് പ്രധാന ചർച്ചാ വിഷയം. ഇതുവരെ ബിഗ് ബോസിൽ മത്സരിച്ച കോമണേഴ്സ് എല്ലാവരും ആദ്യ ദിവസം ഒരു ഫാൻ ബേസും ഇല്ലാതെയാണ് മത്സരം ആരംഭിച്ചത്. എന്നാൽ അഗ്നി പരീക്ഷയിൽ നിന്ന് ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്നവർ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുത്ത ശേഷമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരിക്കുന്നത്. ഇവർക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ സെലിബ്രിറ്റികൾ കുറച്ച് വിയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിൽ അവതാരികയായിട്ട് എത്തുന്ന ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥിയായിരുന്ന റനീഷ റഹ്മാനാണ്. അതേപോലെ ഇവിടെ ജഡ്ജസ് ആയിട്ട് എത്തുന്നത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്ന രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ, റിയാസ് സലീം എന്നിവരാണ്. കാരണം ഇവർ കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചവരാണ് എന്ന് ബിഗ് ബോസിന് തോന്നിയതുകൊണ്ടായിരിക്കാം ഇവർ ബിഗ് ബോസിലേക്ക് വീണ്ടും എത്തുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുക എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിന് വേണ്ടിയിട്ട് മാക്സിമം അവരുടെ എഫേർട്ട് ഇടുകയും അല്ലെങ്കിൽ ഇമേജ് നോക്കാതെ ബിഗ് ബോസ് ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്തവരെ ആയിരിക്കാം അവർ വീണ്ടും ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുക. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തവർ ഇവരായിരിക്കാം. അതുകൊണ്ടാവാം ഇവരെ ജഡ്ജസായിട്ട് ഈ ഒരു അഗ്നി പരീക്ഷയിൽ ഇവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ധ്യാൻ ശ്രീനിവാസൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നുണ്ടോ? എന്നാൽ ധ്യാൻ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നും പകരം എന്തെങ്കിലും ലാലേട്ടന് അവതാരകൻ എന്നുള്ള ആ ഒരു റോൾ മടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വരാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഒരു ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റജി. പക്ഷേ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല, പ്രശ്നങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഞാനൊരു നല്ല ബിഗ് ബോസ് മത്സരാർത്ഥി ആയിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെ അവിടെ കോണ്ടന്റ് ഒന്നും കൊടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിലൊരു മത്സരാർത്ഥിയായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഒരു അവതാരകനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നതാണിപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഗ്നി പരീക്ഷ കാണാനും അതേപോലെ തന്നെ ഫാൻ ഫൈറ്റിനും റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മഴവിൽ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മാത്രമല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബിഗ് ബോസ് വാർത്തകൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.